ദൈവത്തിലുള്ള വിശ്വാസം ഒരു ദൈവ പൈതൽ എക്കാലവും മുറുക്ക പിടിക്കണം. ഞാനൊരു വചനം വായിച്ചു കേൾപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഒരു മനുഷ്യൻ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ചിലർ ദൈവത്തിൽ വിശ്വസിക്കും, അത് ചിലപ്പോൾ 1-2 ആഴ്ചയായിരിക്കും ആ വലിയ വിശ്വാസം, പിന്നെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു. വിശ്വാസത്തിന്റെ എതിരാളി അവിശ്വാസമാണ്. എല്ലാ മനുഷ്യനിലും ഒന്നുകിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അവിശ്വാസമുണ്ട്. അവിശ്വാസത്തിന്റെ സഹോദരനാണ് സംശയം. അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങൾ വിശ്വാസമുള്ളയാളാണോ, അതോ അവിശ്വാസമുള്ളയാളാണോ, അതോ സംശയമുള്ള ആളാണോ? ഇന്നത്തെ സന്ദേശം വിശ്വാസം മുറുകെ പിടിക്കണം. ആദ്യ വിശ്വാസം അവസാനത്തോളം. പൗലോസ്ലീഹ തന്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ വിശ്വാസം കാത്തു. വിശ്വാസം അവരവർ കാക്കേണ്ടതാണ്. വിശ്വാസത്തിന്റെ വാക്ക് പറയുക, വിശ്വാസത്തിന്റെ വചനങ്ങളെ കേൾക്കുക, വിശ്വാസത്താൽ മുന്നോട്ട് പോകുക, എല്ലാം ദൈവം അത്ഭുതമാക്കി മാറ്റും. അപ്പൊ ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസം മുറുക്ക പിടിക്കണം. ചിലരുടെ പരാജയത്തിന് കാരണം വിശ്വാസം ചോർന്നു പോയതാണ്. ചിലരുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ ഭാഗം വിശ്വാസം ചോർന്നു പോയതാണ്. ആ വിശ്വാസത്തെ തിരികെ പിടിക്കണം. പൗലോസ് പറയുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുക. അപ്പൊ ആരെയാ വിശ്വസിക്കുന്ന എന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകണം. വിശ്വസിക്കാൻ പറ്റിയൊരു ദൈവത്തെയാ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ വചനം പറയുന്നത് ശ്രദ്ധിച്ച് അത് മുറുക്ക പിടിക്കണം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ വിശ്വാസം മുറുകെ പിടിച്ച് പ്രത്യാശയോടെ ജീവിതം നയിപ്പാൻ കൃപ കൽപ്പിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ.